ഹലോ ഫ്രണ്ട്സ്, എംജിഎമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ. ഗാലക്സി S25 സീരീസ് ഫോൺ മോഡലുകൾ സാംസങ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് അവൈലബിൾ ആണ്. പ്രീ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അല്ലാതെയൊക്കെ ആയിട്ട് വളരെ നല്ല നല്ല ഡീൽസ് കാണുകയുണ്ടായി. സാംസങ്ങിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ മറ്റ് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നല്ല നല്ല ഡീൽസും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇനി ഷോപ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല നല്ല ഡീൽസൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന S23 ഉണ്ടായിരുന്നത് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് S25 അൾട്ര എടുത്തു. അപ്പോൾ ആ ഒരു ഫോൺ മോഡലിൻ്റെ അൺബോക്സിംഗ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നല്ലൊരു ഡീലായിരുന്നു, വളരെ നല്ലൊരു വാല്യൂ എൻ്റെ S23ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലഭിച്ചു. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു S25 അൾട്ര ഫോൺ മോഡലിൻ്റെ ആ അൺബോക്സിംഗ് ഒന്ന് കണ്ടു നോക്കാം. ഇനി സ്പെസിഫിക്കേഷൻസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ഹാർഡ്വെയർ ചേഞ്ചസ് ഒന്നും സാംസങ് ഈ ഒരു ഫോൺ മോഡലുകളിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു അപ്ഡേറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ആ ഒരു സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് എന്നുള്ള ആ ഒരു ചിപ്സെറ്റ് തന്നെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. ഇനി ഡിസൈൻ ചേഞ്ചസിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിൽ S25 അൾട്രയിൽ ചെറിയ രീതിയിലുള്ളൊരു ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ ചേഞ്ച് എല്ലാം ഈ ഒരു അൺബോക്സിങ്ങിൽ നമുക്ക് കാണാം. എൻ്റെ ഉള്ളത് സാംസങ് S25 അൾട്രയുടെ ഒരു ബോക്സാണ്. ഒരു ബ്ലാക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടൊരു പേപ്പർ ബോക്സാണ് കാണാൻ സാധിക്കുന്നത്. വളരെ മിനിമൽ ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. നമ്മൾ സാംസങ്ങിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ട രീതിയിലുള്ളൊരു പാക്കിംഗ് തന്നെയാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൺ ബോഡി അതുപോലെ S Penൻ്റെ ഒക്കെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഗാലക്സി S25 അൾട്ര എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പിന്നെ പിൻവശത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഉള്ള കണ്ടൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ മന്ത്, ഇയർ മാനുഫാക്ചറിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാനുഫാക്ചർ അഡ്രസ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് എത്ര GB സ്റ്റോറേജ് ആണ്, അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ, അതുപോലെ തന്നെ കളർ വേരിയൻ്റ് ഏതാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള കളർ വേരിയൻ്റ് ടൈറ്റേനിയം ഗ്രേ എന്നുള്ളൊരു മോഡലാണ്. ടൈറ്റേനിയം ഗ്രേ ആണ്. അതുപോലെ തന്നെ IMEI നമ്പറൊക്കെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ടൈറ്റേനിയം ഗ്രേ അല്ലാതെ മറ്റ് 6 കളർ വേരിയൻസ് അവൈലബിൾ ആണ്. ചില കളർ വേരിയൻസ് എക്സ്ക്ലൂസീവായിട്ട് സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഞാനപ്പോൾ ഈ കളർ ഏതൊക്കെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. പക്ഷേ ഇത് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് തന്നെ ഇത് ഒരു ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിട്ടാണ് എനിക്കിത് നൽകിയത്. കൊണ്ടുവന്ന എക്സിക്യൂട്ടീവ് തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടാണ് ഇത് ഞാൻ റിസീവ് ചെയ്തത്. അവർ ചെക്ക് ചെയ്ത് ഇതെല്ലാം വേറെ ഡാമേജ് ഒന്നും ഇല്ല എന്നുള്ളത് എൻഷുർ ചെയ്തിട്ടാണ് എനിക്ക് ഡെലിവറി ചെയ്തത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിലുള്ളത് ഒരു 512 GB വേരിയൻ്റ് ആണെന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. 256 GB അതുപോലെ 1 TB വേരിയൻസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റാം സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് എല്ലാ വേരിയൻസിലും 12 GB തന്നെയാണ്. ഈ ഒരു പാക്കിംഗ് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണെന്നുള്ളത് പറഞ്ഞു. റീസൈക്കിൾഡ് ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പാക്കിംഗ് തന്നെയാണ്. ആപ്പിൾ ഐഫോൺ പാക്കിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്രയധികം പ്രീമിയം ഫീൽ ചെയ്യുന്നില്ല. ഇനി ആ ഒരു പാക്കിംഗ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഫോൺ മോഡലിൻ്റെ പിൻവശം തന്നെയാണ്. ഫ്രോസ്റ്റഡ് ഗ്ലാസ് ബാക്കാണ്. ഇനി പ്രത്യേകം എടുത്തു പറയാനായിട്ടുള്ളത് ആ ഒരു 3 വലിയ ക്യാമറ റിങ് തന്നെയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. അതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. വളരെ വലിയ ക്യാമറ റിങ്സ് തന്നെയാണ്. പിന്നെ കാണുന്നത് 2 ചെറിയ റിങ്സ് ആണ്. അതിലൊന്ന് ക്യാമറ മൊഡ്യൂളും മറ്റേത് ലേസർ ഓട്ടോ ഫോക്കസിൻ്റെ ഒരു മൊഡ്യൂളുമാണ്. പിന്നീട് ഒരു LED ഫ്ലാഷിൻ്റെ ഒരു മൊഡ്യൂൾ കാണാം. അതുപോലെ തന്നെ പിൻവശത്തായിട്ട് തന്നെ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് സാധിക്കും. ഇനി ഒരു സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ അടുത്ത സൈഡിലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, അതുപോലെ തന്നെ ഒരു ലോക്ക് ആൻഡ് ലോക്ക് ബട്ടൺ കാണാനായിട്ട് സാധിക്കും. മേൽഭാഗത്തായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മൈക്ക് ഇൻപുട്ട് നൽകിയിട്ടുണ്ട്. താഴെ ഭാഗത്തായിട്ട് ഒരു സിം ട്രേ, ഒരു മൈക്ക് ഇൻപുട്ട്, ഒരു ടൈപ്പ് സി പോർട്ട്, ഒരു സ്പീക്കർ ഗ്രില്ല്, ഒരു S Pen തുടങ്ങിയവ കാണാൻ സാധിക്കും. ഈ ഒരു ഫോൺ മോഡലിൻ്റെ സൈഡ് ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രേഡ് 5 ടൈറ്റേനിയം കൊണ്ട് തന്നെയാണ്. 4 സൈഡിലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആൻറ്റിന ബാൻഡ്സും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കളർ വേരിയൻ്റ് ടൈറ്റാനിയം ഗ്രേ ആണെന്നുള്ളത് സൂചിപ്പിച്ചിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ വേരിയൻ്റ് ജെറ്റ് ബ്ലാക്ക് തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോഴത്തേക്കും അത് അവൈലബിൾ ആയിരുന്നില്ല. സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് അത് പർച്ചേസ് ചെയ്യണം. അതുപോലെ തന്നെ ഓഫേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നല്ല രീതിയിലുള്ള ഓഫറുകൾ ഉണ്ടായിരുന്നു. എക്സ്ചേഞ്ച് പ്രൈസ് വളരെ കൂടുതൽ തന്നെ ആയിരുന്നു.
എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള കളർ വേരിയൻ്റ് ആണ് ടൈറ്റാനിയം ഗ്രേ. നല്ല രീതിയിലുള്ള മെറ്റൽ ഫിനിഷ് ഉണ്ട്. അതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നല്ലൊരു വാല്യൂവിന് ലഭിക്കുകയും ചെയ്തു. വശങ്ങളിലായിട്ട് മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു ഫിനിഷാണ്. അങ്ങനെ ഫിംഗർ പ്രിൻറ്റ്സ് കാണാനായിട്ട് സാധിക്കുന്നില്ല. പിൻവശത്തായിട്ട് ഗ്ലാസ് പ്രൊട്ടക്ഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോർണിംഗ് ഗോറില്ല ആർമർ 2 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. മുൻഭാഗത്തും സെയിം കോർണിംഗ് ഗോറില്ല ആർമർ 2 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാനായിട്ടുള്ളത് ഇതിൽ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. S24 Ultra ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ മികച്ച രീതിയിലുള്ള ഒരു ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെയധികം റിഫ്ലക്ഷൻസ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് ഇതുകൊണ്ട് തോന്നുന്നതാണ്. അപ്പോൾ അതേപോലെ ചാർജറൊന്നും ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 45 വാട്ട് വരെയുള്ള വയർഡ് ചാർജിങ് S25 Ultra സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പല ചൈനീസ് കമ്പനികളും, അതായത് OnePlus, Xiaomi പോലുള്ള കമ്പനികളെല്ലാം തന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ള ചാർജേഴ്സ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും സാംസങ്, ആപ്പിൾ പോലുള്ള കമ്പനികൾ ഈ രീതിയിൽ ചാർജറൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു ബോക്സിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ വാറണ്ടി, സേഫ്റ്റി ഇൻഫർമേഷനൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു പേപ്പർ കാണാനായിട്ട് സാധിക്കും. വലിയ രീതിയിലുള്ള പേപ്പർ വർക്കൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു പേപ്പർ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു സിം ഇജക്ടർ ടൂള് കാണാം. അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ കാണാൻ സാധിക്കും. രണ്ട് എൻഡിലും USB ടൈപ്പ് സി വരുന്നൊരു കേബിൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് കളറിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം 1 മീറ്റർ ലെങ്ത്ത് വരുന്ന ഒരു കേബിളാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റി ഉള്ളൊരു കേബിൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ അത്ര അധികം ഫ്ലെക്സിബിൾ അല്ല, പക്ഷേ അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കേബിളാണ്. S25 Ultra കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം പ്രീമിയം ഫീൽ നൽകുന്ന ഒരു ഫോൺ മോഡൽ തന്നെയാണ്. iPhone 16 Pro Max അതുപോലെ തന്നെ 15 Pro Max ഒക്കെ തരുന്ന അതേ ഒരു ഫീലിംഗ് തന്നെ നൽകുന്ന ഒരു ഫോൺ മോഡൽ തന്നെയാണ്. ഇതിൻ്റെ വശങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ S24 Ultra ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കോർണേഴ്സ് എല്ലാം കുറച്ചും കൂടി റൗണ്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫോൺ ഹാൻഡ്ലിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോൺ മോഡലിൽ കിട്ടും. ലാസ്റ്റ് ഇയറിലെ ഫോൺ ഡിസൈനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം ചേഞ്ച് ഡിസൈനിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും വെയിറ്റും അത്രയധികം ഫീൽ ചെയ്യുന്നില്ല. വെയിറ്റ് ഏകദേശം ഒരു 14 ഗ്രാം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ മോഡലിനെ അപേക്ഷിച്ചിട്ട്. 218 ഗ്രാമാണ് ഈ ഒരു ഫോൺ മോഡലിൻ്റെ വെയിറ്റ് വരുന്നത്. എഡ്ജസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ S25 പ്ലസ് മോഡലുകളോട് ഏകദേശം ഒരു സാമ്യം തോന്നും. എഡ്ജസ് എല്ലാം കുറച്ചുകൂടി ഒന്ന് റൗണ്ട് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. കാരണം 15 Pro, 16 Pro Max ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും അത്രയധികം ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് സ്ലിപ്പറി ആയിട്ടാണ്, എല്ലാ സൈഡും ഫ്ലാറ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സ്ലിപ്പറി ആയിട്ടുള്ളൊരു ഫീലുണ്ട്. അതുപോലെ തന്നെ എഡ്ജസ് കുറച്ച് ഷാർപ്പാണ്. അത്രയധികം ഷാർപ്പല്ല, പക്ഷേ ചെറിയ രീതിയിലുള്ളൊരു ഷാർപ്പ് ഫീൽ വരുന്നുണ്ട്. കുറച്ചും കൂടി റൗണ്ട് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു ഡിസൈൻ ആയിരുന്നേനെ. ഈ ഒരു ഫോൺ സ്വിച്ച് ഓൺ ആകുമ്പോഴത്തേക്കും കാണാൻ സാധിക്കുന്നത് ഡിസ്പ്ലേയിൽ ആ ഒരു സാംസങ് ഗാലക്സി ബ്രാൻഡിങ് തന്നെയാണ്. സെക്യൂർഡ് ബൈ നോക്സ് എന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിസ്പ്ലേ സൈസ് വരുന്നത് ഏകദേശം 6.9 ഇഞ്ചാണ്. കഴിഞ്ഞ വർഷത്തേനെ അപേക്ഷിച്ചിട്ട് അല്പം ഡിസ്പ്ലേ സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസൽസ് എല്ലാം വളരെയധികം തിന്നായിട്ട് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. iPhone 16 Pro Maxനോട് അടുത്ത് നിൽക്കുന്ന വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ്. 6.9 ഇഞ്ച്, അതായത് ഏകദേശം സിമിലർ സൈസ് തന്നെ, സെയിം സൈസ് തന്നെയാണ് iPhone 16 Pro Maxുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനും ഉള്ളത്. അതിനേക്കാളും ഒരുപടി മുന്നിലുള്ള ഒരു ഡിസ്പ്ലേ ആണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഈ ഒരു ഫോൺ സെറ്റപ്പ് ചെയ്യുന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. സ്മാർട്ട് സ്വിച്ച് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഴയ ഫോൺ മോഡലിൽ നിന്നും പുതിയ ഗാലക്സി ഡിവൈസിലേക്ക് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഡാറ്റ ബാക്കപ്പ് പഴയ ഫോൺ മോഡലിൽ നിന്ന് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് സാംസങ് ക്ലൗഡ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ ബാക്കപ്പ് ചെയ്ത് പുതിയ ഡിവൈസിലേക്ക് ഡാറ്റ ബാക്കപ്പ് റിസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ആക്ച്വലി ഡാറ്റ ബാക്കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് സാംസങ് ക്ലൗഡിലാണ്. ഏകദേശം 1 മന്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡാറ്റ ബാക്കപ്പ് സാംസങ് ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് S25 Ultra'യുടെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഒരു അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇതിൽ വരുന്നത് അൺലോക്കിനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഫേസ് അൺലോക്കിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ 3120x1440 ആണ്. QHD+ ഡിസ്പ്ലേ ആണ്. ഒരു ഡൈനാമിക് AMOLED 2x ടെക്നോളജിയുള്ള
ഒരു നല്ലൊരു ഡിസ്പ്ലേ ആയിട്ട് തന്നെ പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ LTPO ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ 0 to 120 Hz വരെയുള്ള വേരിയബിൾ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഡിസ്പ്ലേക്കുള്ളത്. S Pen സപ്പോർട്ടുണ്ട്. ഡിസ്പ്ലേ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2600 nits ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു ഫോൺ മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാംസങ്ങും അതുപോലെ തന്നെ കോൾകോമായിട്ടുള്ള ഒരു കൊളാബറേഷനിൽ കസ്റ്റമൈസ് ചെയ്ത ഒരു ചിപ്സെറ്റാണ് ഈ ഒരു ഫോൺ മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തുകൊണ്ടായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസിൽ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് മറ്റ് ഫോൺ ബ്രാൻഡ്സിൽ നിന്നും ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. S25 Ultraയിൽ Android 15 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ യൂസർ ഇൻ്റർഫേസ് വരുന്നത് One UI 7 ആണ്. വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് One UI 7 എന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ AI ഇൻ്റഗ്രേഷൻ എല്ലാം വളരെ മികച്ച് തന്നെ നിൽക്കുന്നു. ഇനി ബാറ്ററിയുടെ ആ ഒരു സ്പെസിഫിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്കും 5000 mAh ആ ഒരു പഴയ മോഡലുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു ബാറ്ററി ഇത് തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. സാംസങ് ഈ ഒരു കാര്യത്തിൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഈ വർഷമുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് പല ബ്രാൻഡുകളും ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് മോഡലുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സിലിക്കൺ കാർബൺ ബാറ്ററികളാണ്. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട് സൈസ് ലിമിറ്റ് ചെയ്യാനായിട്ട് OnePlus പോലുള്ള ബ്രാൻഡുകൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു രീതിയിലേക്ക് സാംസങ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും നമുക്ക് ഈ ഒരു ഫോൺ മോഡലിൽ നമുക്ക് കിട്ടുന്നില്ല. അതേസമയം ബാറ്ററി ബാക്കപ്പ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ആ ഒരു ചിപ്സെറ്റ് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ബാറ്ററിയുടെ ബാക്കപ്പിൽ ലഭിക്കുന്നുണ്ട്. ഗാലക്സി S സീരീസ് അൾട്രാ ഫോൺ മോഡലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാനായിട്ടുള്ളത് അതിൻ്റെ S Pen തന്നെയാണ്. അഡീഷണലായിട്ട് ആ ഒരു S Pen വരുന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷത്തെ S25 Ultraയിൽ S Pen കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലൂടൂത്ത് ഫംഗ്ഷൻ ഇല്ലാത്ത ഒരു S Pen ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു റിമോട്ട് ക്യാമറ ഷട്ടർ ബട്ടണായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ എയർ ജസ്റ്റേഴ്സ് ഒന്നും ഇതിൽ വർക്ക് ചെയ്യില്ല. പക്ഷേ എന്നിരുന്നാലും ആ ഒരു S Penൻ്റെ യൂസ് വളരെയധികം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഇത് തന്നെയാണ്. നമുക്ക് നോട്ട് എഴുതുന്നതിനോ അതുപോലെ തന്നെ എന്തെങ്കിലും സ്കെച്ച് ചെയ്യുന്നതിനൊക്കെ ഇതുകൊണ്ട് സാധിക്കും. നാല് ക്യാമറകൾ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ് റിയർ സൈഡിലായിട്ട് വരുന്നത്. മെയിൻ ക്യാമറ 200 MP ഒരു സെൻസറോട് കൂടിയാണ് വരുന്നത്. വൈഡ് ക്യാമറയാണ് ഇത്. അപ്പറേച്ചർ വരുന്നത് f1.7 ആണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ അപ്ഡേറ്റ് ആയിട്ട് പറയുന്നത് ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. 50 MP സെൻസറാണ് ഇതിൽ വരുന്നത്. അപ്പറേച്ചർ വരുന്നത് f1.9 ആണ്. പിന്നെ ആസ് യൂഷ്വൽ വരുന്ന 3x ഒപ്റ്റിക്കൽ സൂമുള്ള ഒരു ടെലിഫോട്ടോ ക്യാമറയാണ് 10 MP സെൻസറോട് കൂടി വരുന്നത്. ഇതിൻ്റെ അപ്പറേച്ചർ പറയുന്നത് f2.4 ആണ്. ഇനി ടെലിഫോട്ടോ ക്യാമറ 5x ഒപ്റ്റിക്കൽ സൂം വരുന്നത് 50 MP ഒരു സെൻസറാണ് വരുന്നത്. ഇതിൻ്റെ അപ്പറേച്ചർ പറയുന്നത് f3.4 ആണ്. ഇങ്ങനെ ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റമാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 8K 30 frames/second വരെയൊക്കെയുള്ള വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ സ്ലോ മോഷൻ വീഡിയോ 4K 120 FPS വരെയൊക്കെയുള്ള സ്ലോ മോഷൻ വീഡിയോയും എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും f2.2 അപ്പറേച്ചറോടുകൂടിയ 12 MP ഒരു ക്യാമറയാണ് ഫ്രണ്ട് സൈഡിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിലെ ക്യാമറ ഉപയോഗിച്ച് 8K 30 frames/second വരെയൊക്കെയുള്ള വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. നെറ്റ്വർക്ക് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ 17 5G ബാൻഡ്സ് ആണ് S25 Ultra സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 ഫിസിക്കൽ സിംസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ eSIM യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. ഇനി ബ്ലൂടൂത്ത് 5.4 വേർഷനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. Wi-Fi 7 ആണ് വരുന്നത്. അതുപോലെ തന്നെ USB Type-C പോർട്ട് വരുന്നത് 3.2 Gen 1 ആണ്. സ്മാർട്ട് തിങ്സ് അല്ലെങ്കിൽ ഫൈൻഡ് ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഫോണിൻ്റെ ലൊക്കേഷൻ പ്രിസൈസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നതിനായിട്ട് അൾട്രാ വൈഡ് ബാൻഡ് ഫെസിലിറ്റിയൊക്കെ ഈ ഒരു S25 Ultraയിൽ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ.